ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൻ ഒരു കത്തെഴുതി. ഹീ റോട്ട് എ ലെറ്റർ. കത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലെറ്റർ. എഴുതുക, റൈറ്റ്. എഴുതി, റോട്ട്. അവനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. എഴുതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. എഴുതി, റോട്ട്. എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്ന് പറഞ്ഞ വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അവനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൻ എഴുതി, ഹി റോട്ട്. അവൻ എഴുതിയിട്ടുണ്ട്, ഹി ഹാസ് റിട്ടൺ. അവൾ ഇന്നലെ എന്നെ വിളിച്ചു. ഷീ കോൾ മീ യെസ്റ്റർഡേ. ഇന്നലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യെസ്റ്റർഡേ. വിളിക്കുക, കോൾ. വിളിച്ചു, കോൾഡ്. അവൾ ഈ ആഴ്ച 2 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. ഷീ ഹാസ് കോൾ മീ ട്വൈസ് ദിസ് വീക്ക്. ഈ ആഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് വീക്ക്. 2 തവണ, ട്വൈസ്. അവൾ വിളിച്ചിട്ടുണ്ട്. ഷീ ഹാസ് കോൾഡ്. അവൾ വിളിച്ചു, ഷീ കോൾഡ്. അവർ ഒരു പാട്ട് പാടി. ദേ സാങ് എ സോങ്. പാട്ട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സോങ്. പാടുക, സിങ്. പാടി, സാങ്. അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ദേ ഹാവ് സങ് എ സോങ്. അവർ പാടിയിട്ടുണ്ട്. ദേ ഹാവ് സങ്. സിങ്, സാങ്, സങ്. അവർ പാടി, ദേ സാങ്. ഇന്നലെ രാത്രി അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി. ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ രാത്രി, യെസ്റ്റർഡേ നൈറ്റ്. ഗൃഹപാഠം, ഹോംവർക്ക്. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. പൂർത്തിയാക്കി, കംപ്ലീറ്റഡ്. അവൻ ഇതിനകം ഗൃഹപാഠം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. ഇതിനകം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓൾറെഡി. അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹി ഹാസ് കംപ്ലീറ്റഡ്. അവൻ പൂർത്തിയാക്കി, ഹി കംപ്ലീറ്റഡ്. അവൾ കേക്ക് കഴിച്ചു. ഷീ ഏറ്റ് ദ കേക്ക്. കഴിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഈറ്റ്. കഴിച്ചു, ഏറ്റ്. അവൾ കേക്ക് കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഈറ്റൺ ദ കേക്ക്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. അവൾ കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഈറ്റൺ. അവൾ കഴിച്ചു, ഷീ ഏറ്റ്. 2 മണിക്കൂർ മുമ്പ് അവർ പാർട്ടിയിൽ എത്തി. ദേ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി 2 hours ago. 2 മണിക്കൂർ മുൻപ്, 2 hours ago. എത്തുക, അറൈവ്. എത്തി, അറൈവ്ഡ്. അവർ ഈ മാസം എല്ലാ പാർട്ടികളിലും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. They have arrived on time for every party this month. ഈ മാസം, this month. കൃത്യസമയത്ത്, on time. അവർ എത്തിയിട്ടുണ്ട്. They have arrived. They have arrived on time for every party this month. അവർ ഈ മാസം എല്ലാ പാർട്ടികളിലും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. അവർ എത്തിയിട്ടുണ്ട്. They have arrived. അവർ എത്തി. They arrived. ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കണ്ടു. I saw a movie last night. ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്. സിനിമ, മൂവി. കാണുക, സി. കണ്ടു, സോ. I saw a movie last night. ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. I have seen that movie before. മുൻപ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിഫോർ. ഞാൻ കണ്ടിട്ടുണ്ട്. I have seen. I have seen that movie before. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ. ഞാൻ കണ്ടു. ഐ സോ. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ എൻ്റെ മുത്തശ്ശിമാരെ സന്ദർശിച്ചു. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പേരൻസ് ഇൻ ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ വേനൽക്കാലം, ലാസ്റ്റ് സമ്മർ. മുത്തശ്ശിമാർ, ഗ്രാൻഡ് പേരൻസ്. സന്ദർശിക്കുക, വിസിറ്റ്. സന്ദർശിച്ചു, വിസിറ്റഡ്. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പേരൻസ് ഇൻ ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ എൻ്റെ മുത്തശ്ശിമാരെ സന്ദർശിച്ചു. ഈ വർഷം ഞാൻ അവരെ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് വിസിറ്റഡ് ദം സെവറൽ ടൈംസ് ദിസ് ഇയർ. ഈ വർഷം, ദിസ് ഇയർ. പലതവണ, സെവറൽ ടൈംസ്. ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് വിസിറ്റഡ്. ഐ ഹാവ് വിസിറ്റഡ് ദം സെവറൽ ടൈംസ് ദിസ് ഇയർ. ഈ വർഷം ഞാൻ അവരെ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് വിസിറ്റഡ്. ഞാൻ സന്ദർശിച്ചു. ഐ വിസിറ്റഡ്. അവൾ ഒരു കഥ പറഞ്ഞു. ഷീ ടോൾഡ് എ സ്റ്റോറി. കഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറി.
പറയുക, ടെൽ, പറഞ്ഞു, ടോൾഡ്. ഷീ ടോൾഡ് എ സ്റ്റോറി, അവൾ ഒരു കഥ പറഞ്ഞു. അവൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് ടോൾഡ് എ സ്റ്റോറി. അവൾ പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് ടോൾഡ്. ഷീ ഹാസ് ടോൾഡ് എ സ്റ്റോറി, അവൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഹാസ് ടോൾഡ്. അവൾ പറഞ്ഞു, ഷീ ടോൾഡ്. 2 ദിവസം മുമ്പ് അവർ പദ്ധതി പൂർത്തിയാക്കി. ദേ ഫിനിഷ് ദ പ്രോജക്റ്റ് 2 days ago. 2 ദിവസം മുമ്പ്, 2 days ago. പദ്ധതി, പ്രോജക്റ്റ്. പൂർത്തിയാക്കുക, ഫിനിഷ്. പൂർത്തിയാക്കി, ഫിനിഷ്ഡ്. ദേ ഫിനിഷ് ദ പ്രോജക്റ്റ് 2 days ago. 2 ദിവസം മുമ്പ് അവർ പദ്ധതി പൂർത്തിയാക്കി. അവർ ഈ ആഴ്ച പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ് ദ പ്രോജക്റ്റ് ദിസ് വീക്ക്. ഈ ആഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് വീക്ക്. അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ്ഡ്. ദേ ഹാവ് ഫിനിഷ് ദ പ്രോജക്റ്റ് ദിസ് വീക്ക്. അവർ ഈ ആഴ്ച പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ്ഡ്. അവർ പൂർത്തിയാക്കി. ദേ ഫിനിഷ്ഡ്. അവൻ ഒരു പുതിയ കാർ വാങ്ങി. ഹി ബോട്ട് എ ന്യൂ കാർ. പുതിയ, ന്യൂ. വാങ്ങുക, ബൈ. വാങ്ങി, ബോട്ട്. ഹി ബോട്ട് എ ന്യൂ കാർ. അവനൊരു പുതിയ കാർ വാങ്ങി. അവനൊരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. ഹി ഹാസ് ബോട്ട് എ ന്യൂ കാർ. അവൻ വാങ്ങിയിട്ടുണ്ട്. ഹി ഹാസ് ബോട്ട്. ഹി ഹാസ് ബോട്ട് എ ന്യൂ കാർ. അവനൊരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ബോട്ട്. അവൻ വാങ്ങി, ഹി ബോട്ട്. അവർ മാർക്കറ്റിൽ പോയി. ദേ വെന്റ് ടു ദ മാർക്കറ്റ്. പോകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോ. പോയി, വെന്റ്. ദേ വെന്റ് ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ പോയി. അവർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. പോകുക, ഗോ. പോയി, വെന്റ്. ആ വെർബിൻ്റെ 3rd ഫോമാണ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. അവർ പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ. ദേ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഗോൺ. അവർ പോയി. ദേ വെന്റ്. അവൾ മനോഹരമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ടാക്കി. ഷി മേഡ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ്. മനോഹരമായ, ബ്യൂട്ടിഫുൾ. ഉണ്ടാക്കുക, മേക്ക്. ഉണ്ടാക്കി, മെയ്ഡ്. ഷി മേഡ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ്. അവൾ മനോഹരമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ടാക്കി. അവൾ മനോഹരമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷി ഹാസ് മെയ്ഡ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ്. അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷി ഹാസ് മെയ്ഡ്. ഷി ഹാസ് മെയ്ഡ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ്. അവൾ മനോഹരമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷി ഹാസ് മെയ്ഡ്. അവൾ ഉണ്ടാക്കി, ഷി മെയ്ഡ്. ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചു. ഐ ഡ്രാങ്ക് സം ജ്യൂസ്. കുടിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിങ്ക്. കുടിച്ചു, ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് സം ജ്യൂസ്. ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചു. ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക് സം ജ്യൂസ്. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക്. ഐ ഹാവ് ഡ്രങ്ക് സം ജ്യൂസ്. ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ഡ്രങ്ക് എന്നും, ഞാൻ കുടിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡ്രാങ്ക് എന്നും ആണ് പറയേണ്ടത്. അവൻ താക്കോലുകൾ കണ്ടെത്തി. ഹി ഫൗണ്ട് ദ കീസ്. താക്കോലുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കീസ്. കണ്ടെത്തുക, ഫൈൻഡ്. കണ്ടെത്തി, ഫൗണ്ട്. ഹി ഫൗണ്ട് ദ കീസ്. അവൻ താക്കോലുകൾ കണ്ടെത്തി. അവൻ താക്കോലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹി ഹാസ് ഫൗണ്ട് ദ കീസ്. അവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഹി ഹാസ് ഫൗണ്ട്. ഹി ഹാസ് ഫൗണ്ട് ദ കീസ്. അവൻ താക്കോലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഹി ഹാസ് ഫൗണ്ട്. അവൻ കണ്ടെത്തി, ഹി ഫൗണ്ട്. അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ദേ ടോട്ട് ദ സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റുഡൻസ്. പഠിപ്പിക്കുക, ടീച്ച്. പഠിപ്പിച്ചു, ടോട്ട്. ദേ ടോട്ട് ദ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ ഹാവ് ടോട്ട് ദ സ്റ്റുഡൻസ്. അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ ഹാവ് ടോട്ട്. ദേ ഹാവ് ടോട്ട് ദ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ ഹാവ് ടോട്ട്. അവർ പഠിപ്പിച്ചു. ദേ ടോട്ട്. അവൾക്ക് പ്രശ്നം മനസ്സിലായി. ഷീ അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. പ്രശ്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോബ്ലം. മനസ്സിലാകുക, അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായി, അണ്ടർസ്റ്റുഡ്. ഷീ അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. അവൾക്ക് പ്രശ്നം മനസ്സിലായി. അവൾക്ക് പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. ഷീ ഹാസ് അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം.
അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഷി ഹാസ് അണ്ടർസ്റ്റുഡ്. ഷി ഹാസ് അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. അവൾക്ക് പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി. ഷി അണ്ടർസ്റ്റുഡ്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഷി ഹാസ് അണ്ടർസ്റ്റുഡ്. അവൻ വ്യക്തമായി സംസാരിച്ചു. ഹി സ്പോക്ക് ക്ലിയർലി. വ്യക്തമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്ലിയർലി. സംസാരിക്കുക, സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഹി സ്പോക്ക് ക്ലിയർലി. അവൻ വ്യക്തമായി സംസാരിച്ചു. അവൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഹി ഹാസ് സ്പോക്കൺ ക്ലിയർലി. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അവൻ സംസാരിച്ചിട്ടുണ്ട്. ഹി ഹാസ് സ്പോക്കൺ. ഹി ഹാസ് സ്പോക്കൺ ക്ലിയർലി. അവൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അവൻ സംസാരിച്ചു. ഹി സ്പോക്ക്. അവൻ സംസാരിച്ചിട്ടുണ്ട്. ഹി ഹാസ് സ്പോക്കൺ. അവർ നേരത്തെ പോയി. ദേ ലെഫ്റ്റ് ഏർലി. നേരത്തെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഏർലി. പോകുക, ലീവ്. പോയി, ലെഫ്റ്റ്. ദേ ലെഫ്റ്റ് ഏർലി. അവർ നേരത്തെ പോയി. അവർ നേരത്തെ പോയിട്ടുണ്ട്. ദേ ഹാവ് ലെഫ്റ്റ് ഏർലി. അവർ പോയിട്ടുണ്ട്. ദേ ഹാവ് ലെഫ്റ്റ്. ദേ ഹാവ് ലെഫ്റ്റ് ഏർലി. അവർ നേരത്തെ പോയിട്ടുണ്ട്. അവർ പോയി. ദേ ലെഫ്റ്റ്. അവർ പോയിട്ടുണ്ട്. ദേ ഹാവ് ലെഫ്റ്റ്. ഞാൻ വിലാസം മറന്നു. ഐ ഫോർഗോട്ട് ദ അഡ്രസ്. വിലാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അഡ്രസ്. മറക്കുക, ഫോർഗെറ്റ്. മറന്നു, ഫോർഗോട്ട്. ഐ ഫോർഗോട്ട് ദ അഡ്രസ്. ഞാൻ വിലാസം മറന്നു. ഞാൻ വിലാസം മറന്നിട്ടുണ്ട്. ഐ ഹാവ് ഫോർഗോട്ടൺ ദ അഡ്രസ്. ഞാൻ മറന്നിട്ടുണ്ട്. ഐ ഹാവ് ഫോർഗോട്ടൺ. ഐ ഹാവ് ഫോർഗോട്ടൺ ദ അഡ്രസ്. ഞാൻ വിലാസം മറന്നിട്ടുണ്ട്. ഞാൻ മറന്നു. ഐ ഫോർഗോട്ട്. ഞാൻ മറന്നിട്ടുണ്ട്. ഐ ഹാവ് ഫോർഗോട്ടൺ. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് വാചകങ്ങൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.